ഡെയിലി ഡയറിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഡെയിലി ഡയറി എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞല്ലോ ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയിട്ടേ ഇല്ല. അപ്പൊ ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയ സ്ഥിതിക്ക് എന്തായാലും കുറച്ച് നാളായിട്ട് വിചാരിക്കുക ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കണം. അപ്പം എന്നാ പിന്നെ ഇന്ന് കുറച്ച് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. അതിനിടയ്ക്ക് നമുക്ക് അപ്പുറത്തിന് ആൻറ്റി ചക്ക തന്നെ കേട്ടോ. ഇത് നമ്മൾ ചക്ക കിട്ടിയപ്പം നഗറ്റ്സ് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ എന്തായാലും ഞാൻ വിചാരിച്ചല്ലോ, അപ്പൊ നഗറ്റ്സ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നഗറ്റ്സ് ഉണ്ടാക്കാനായിട്ട് 500 ഗ്രാം ചിക്കൻ്റെ കണക്കാട്ടോ ഞാൻ പറയുന്നത്. അതിന് 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. വേണ്ടത് പാപ്രിക്ക പൗഡർ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഗാർലിക് പേസ്റ്റും 1 സ്പൂൺ ജിഞ്ചർ പേസ്റ്റുമാണ് വേണ്ടത്. പിന്നെ 1 സ്പൂൺ സോയാ സോസും. 4 പീസ് ബ്രെഡാണ് 500 ഗ്രാം ചിക്കന് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 800 ഗ്രാം ചിക്കൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇച്ചിരി കൂടി ഞാൻ കൂട്ടി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് സൈഡെല്ലാം നമ്മൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാൻ കളഞ്ഞില്ല കേട്ടോ, കാര്യം നമ്മൾ തന്നെ കഴിക്കാനല്ലേ, പുറത്താർക്കും സെർവ് ചെയ്യാനല്ലല്ലോ, അത് ഇത്രയും വേസ്റ്റ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിനകത്തോട്ട് നമുക്കത് ആഡ് ചെയ്യാം കേട്ടോ, അത് പൊടിക്കാൻ വേണ്ടി. ഞാൻ അങ്ങനെ മെനക്കെടാനൊന്നും പോയില്ല. അത് അതുപോലെ തന്നെ ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണേ. ഒരു എന്താ പറയുക, ഒരു 30 സെക്കൻഡ്സ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് വേണം നമ്മളിത് ഗ്രൈൻഡ് ചെയ്യാൻ. കാര്യം നമ്മൾ പേസ്റ്റാണല്ലോ ഇതിനകത്ത് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യമേ ചേർത്തപ്പം അത് അവസാനം ആകുമ്പോഴത്തേക്ക് അതങ്ങ് നല്ലതുപോലെ അരഞ്ഞ് കിട്ടിക്കോളും. ഇതൊന്ന് പൊടിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് എൻ്റെ കയ്യിൽ ജാറ് ചെറുതായതുകൊണ്ടാട്ടോ 2 പ്രാവശ്യം ഇട്ടാൽ ഞാൻ ആ ചിക്കൻ ഒന്ന് മിൻസ് ചെയ്തെടുത്തത്. അപ്പോൾ ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ അതിനകത്ത് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്ന ഫ്ലഷ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 800 ഗ്രാമോളം ഫ്ലഷ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു വെയിൻ പോലൊരു സാധനം, ഒരു വൈറ്റ് കളർ, ഒരു നൂല് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് വെച്ച് കഴിഞ്ഞാൽ അരഞ്ഞു വരാൻ പാടാട്ടോ. പക്ഷേ കുഴപ്പമില്ല, പതുക്കെ അത് ഇച്ചിരിയായിട്ട് അരഞ്ഞെടുത്താൽ മതി. പിന്നീട് അത് മിൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതെടുത്ത് ആ ഒരു നാര് പോലത്തെ സാധനം എടുത്ത് കളഞ്ഞാൽ മതി. അത് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് മസാലയൊന്നും ഇട്ടിട്ടില്ല, കാര്യം ഇനിയും ഉണ്ടല്ലോ എനിക്ക് മിക്സ് ചെയ്യാനായിട്ട്. അപ്പം ഇതിനകത്തിപ്പം ഞാൻ ചെയ്യാമല്ലോ, ആദ്യമായിട്ടാണ് ഞാനും ചെയ്യുന്നത്. വന്ന പോരായ്മകളൊന്നും നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അത് അങ്ങനെ തന്നെ ഞാൻ ചെയ്തേക്കുന്നത്. കാര്യം ഞാനിപ്പോൾ ഇതിനകത്ത് മുളക് പൊടി ഇട്ട് ഇച്ചിരി കൂടിപ്പോയി, അത് അതിൻ്റെ കളറ് മാറി കേട്ടോ. സാധാരണ നഗറ്റ്സൊക്കെ നല്ല വൈറ്റ് കളറിലായിരിക്കുന്നത്. പക്ഷേ ഞാൻ പാപ്രിക്ക പൗഡറിന് പകരം മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് എൻ്റെ അതിനകത്ത് ഒരു ചെറിയ ഒരു റെഡിഷ് കളർ വന്നേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ രണ്ടാമത് മറ്റേ മിൻസ് ചെയ്യാനായിട്ട് ഇട്ടതിൻ്റെ കൂട്ടത്തിലാട്ടോ കുരുമുളക് പൊടിയും സോയാ സോസും മുളക് പൊടിയും ഇട്ടിരിക്കുന്നത്. പിന്നെ ഉപ്പ് നമ്മൾ എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് ഉള്ളതായി ഇടണ്ടേ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. അതുകൊണ്ട് ഞാൻ എടുത്ത ഉപ്പിൻ്റെ പകുതി ഇട്ടുള്ളൂ. പിന്നെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്തിടാം. അപ്പോൾ സോയാ സോസും 1 സ്പൂൺ ആണ് ഇപ്പം ഞാൻ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് സോയാ സോസിൻ്റെ ആ ഒരു ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ സോയാ സോസും ഇട്ട് പിന്നീട് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത്, ഇപ്പം നമ്മൾ 2 പോർഷനായിട്ടല്ലേ ഇത് ചെയ്തേക്കുന്നത്, നല്ലതുപോലെ എന്താ പറയുക കുഴച്ച് ഉരുട്ടി എടുക്കണം. ഉരുട്ടി എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളെന്താ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യാൻ വേറൊന്നുമില്ല, ആസ് യൂഷ്വൽ നമ്മൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കണം. പിന്നെ കട്ട്ലറ്റിൻ്റെ അത്രയും കട്ട് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലതുപോലെ പരത്തി കട്ട് ചെയ്തിട്ടാണ് മുട്ടയിനകത്ത് മുക്കി പൊരിച്ചെടുക്കുന്നത്, ബ്രെഡ് ക്രംസിനകത്ത് മുക്കി പൊരിച്ചെടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ അതുപോലത്തെ ആ OHP ഷീറ്റൊന്നും മറ്റേ എന്താ പറയുക ബട്ടർ പേപ്പറൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് പോലെ ആക്കി ഞാൻ ഫ്രൈ ചെയ്തെടുത്ത കേട്ടോ. നമുക്കിപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാമല്ലോ. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10 എണ്ണം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഷേപ്പിലാക്കിയത്. ബാക്കിയെല്ലാം വലുതായിട്ടാണ്. കാര്യം നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാനിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എടുത്ത ആ മിക്സി ഒരിച്ചിരി നനവുണ്ടായിരുന്നതുകൊണ്ട് ബ്രെഡ് ക്രംസ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് ഞാനതൊന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് 2 പീസ് ബ്രെഡും കൂടി ഇട്ടിട്ടാട്ടോ ഒന്നും കൂടെ നല്ലതുപോലെ ഞാനത് മിക്സിക്കകത്തിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പുറമേ ശരിക്കും ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. നനവുണ്ടായതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ നനവ് മാറാനായിട്ട്. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ മുട്ടയ്ക്കകത്ത് മുക്കി ഇതിനകത്ത് ഇട്ടിടുമ്പോൾ അത് നനയും. അപ്പം അപ്പോഴും നനയും. പിന്നെ അത് നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ട പോലെ ആയിപ്പോവും.
ഞാനിപ്പോൾ ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് 3 മുട്ടയാട്ടോ എടുത്തേക്കുന്നത്. 3 മുട്ട എടുത്തു. അത് കറക്റ്റായിരുന്നു ഈ ഒരു അളവിന്. അതായത് ഇപ്പോൾ എടുത്ത 800 ഗ്രാം ചിക്കന് കറക്റ്റായിരുന്നു. അത് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയുള്ള കറക്റ്റ് എഗ്ഗായിരുന്നു. ബാക്കിയും വന്നില്ല, കൂടുതലും അത് തന്നെ ബാക്കി വന്നില്ല. അങ്ങനെ അപ്പോഴത്തേക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടെ ഇളക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു വിധം ഒന്ന് ഇളകി ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മുട്ടയൊക്കെ ഒന്ന് അടിച്ചു വെച്ചു. ഇതും ഒന്ന് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കണം മിക്സിക്കകത്തിട്ട്. അപ്പോൾ കറക്റ്റ് പരുവാവും നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ യൂഷ്വലി എപ്പോഴും എല്ലാവരും പറയും നമ്മളിപ്പോൾ കട്ട്ലറ്റ് ചെയ്യുമ്പോഴാട്ടോ ഒരു കൈ ഡ്രൈ ആയിട്ടും ഒരു കൈ വെറ്റായിട്ടും നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതൊന്നും എൻ്റെ കാര്യത്തിൽ നടക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ, ഒരുപാട് കാര്യങ്ങളൊന്നും ഒറ്റയടിക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അതും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പരമാവധി നഗറ്റ്സിൻ്റെ ഷേപ്പൊക്കെ കൊടുക്കാനായിരുന്നു. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കി ഞാൻ എത്ര ചെയ്തിട്ടും നഗറ്റ്സിൻ്റെ ഷേപ്പ് വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു സാരമില്ല, കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ആവശ്യത്തിന് പക്ഷേ ഇച്ചിരി എടുക്കാവുള്ളൂ കേട്ടോ. കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ച സാധനങ്ങൾ അതിനകത്ത്, ഉരുളക്കിഴങ്ങായാലും പിന്നെ ചിക്കനായാലും എല്ലാം നമ്മളൊന്ന് വഴറ്റി വേവിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ അവസാനം ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് എടുക്കത്തേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ എല്ലാം പച്ചയ്ക്കാണ്, ഒന്നും നമ്മളിതിനകത്ത് വേവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് ഉള്ളു വേകുമോ എന്നുള്ളത്. 2-3 വട്ടം ഉണ്ടാക്കിയ ഒരു ശീലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അറിയായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നമുക്ക് കട്ടിക്കെടുക്കാൻ പറ്റത്തില്ല, ഒരുപാട് എന്താ പറയുക ഫാറ്റ് ആക്കാൻ പറ്റത്തില്ല. ഇത് നല്ല നൈസായിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ അത് കട്ടി കൂടി പോയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം നേരം എന്താ പറയുക അതിനകത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ശരിക്കും അത്രയും ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഒരു ലൈറ്റ് യെല്ലോ കളറ് നഗറ്റ്സിന് നമുക്ക് എടുക്കുന്നത്. സാധാരണ നമ്മൾ വാങ്ങുന്ന നഗറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പതുക്കെ എന്തായാലും പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ, നല്ല ടേസ്റ്റും ഒക്കെ തന്നെയാണ്. അപ്പം ഞാനിത് പതുക്കെ ഇട്ട് എന്താ പറയുക തിരിച്ചിട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം അധികം ഞാനത് വേവിച്ചെടുത്തു കേട്ടോ. കാര്യം അതിൻ്റെ ഉള്ളു വെന്തില്ലെങ്കിൽ പിന്നെ നമുക്കത് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മളത് ഫ്രൈ ചെയ്യേണ്ടി വരത്തില്ല. അത് നല്ല മണം അതുകൊണ്ട് പതുക്കെ സാവധാനം ഫ്രൈ ചെയ്തെടുക്കുക. തീ നമ്മൾ കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ ഒരിക്കലും ചെയ്യരുത്. തീ കൂട്ടിയിട്ട് കട്ട്ലറ്റ് അങ്ങനെയല്ല, നമ്മൾ തീ കൂട്ടിയിട്ട് പുറത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഉള്ളിലെല്ലാം വെന്തിരിക്കുക. ഇതങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അതൊരിക്കലും മറക്കരുത്. ചുമ്മാ ഇട്ട് തീ കൂട്ടിയിട്ട് അത് വെറുതെ എന്താ പറയുക ബ്രൗൺ കളറാക്കി എടുക്കരുത്. ഇത് ഞാൻ ഒരുപാട് ടൈം എടുത്തു, എങ്ങനെ പോയാലും ഒരു 9 തൊട്ട് 10 മിനിറ്റ് എടുത്ത് കാണും ഞാനിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മണം അടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഓരോരുത്തർ വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ, എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നല്ല അടിപൊളി നഗറ്റ്സ് റെഡി ആയിട്ടുണ്ടല്ലോ. ഇച്ചിരി കളർ വ്യത്യാസമുണ്ട്, അത് ഞാൻ മുളക് പൊടി ഇട്ടേൻ്റെയാണ്. എന്തായാലും സൂപ്പർ, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അത് കൊണ്ട് കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പോയ വഴി അറിഞ്ഞില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവന് ഇഷ്ടപ്പെടാറില്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുന്തവും, അതുകൊണ്ട് പിന്നെ സാരമില്ല, ഞാനത് ഇഗ്നോർ ചെയ്തിട്ടിരിക്കുക. അല്ലുമൊക്കെ ഇഷ്ടമായല്ലോ, അത് മതി, വേറെ ഒന്നും വേണ്ട. അത് തന്നെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ അത് വെന്തില്ലെന്നൊക്കെ പലതും പറയാം, നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഹാപ്പി ഡാൻസ് ആട്ടോ അല്ലുവിൻ്റെ ഇത്. അങ്ങനെ ചൂടോടെ കഴിക്കണം, നല്ല സൂപ്പറായിട്ട് സോസും ഒക്കെ മുക്കിയിട്ട്. എന്തായാലും പൊളിച്ചടിക്കിയിട്ടുണ്ട് സാധനം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ, മറക്കല്ലേ.